രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷങ്ങളും കാരണം ജനജീവിതം ദുസ്സഹമായി തീർന്ന ഒരു ഭൂപ്രദേശമാണ് ഇന്നത്തെ യമൻ. ഇടയ്ക്കിടെയുണ്ടാവുന്ന ഇസ്രയേൽ ആക്രമണവും യമനിലെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയിരിക്കുന്നു. യമനിലെ തലസ്ഥാന നഗരമായ സനായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. അറേബ്യൻ ഉപദ്വീപിൽ സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണെങ്കിലും രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷങ്ങളും കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ പേരാണ് ഇന്ന് യമൻ. വടക്ക് സൗദി അറേബ്യയും പടിഞ്ഞാറ് ചെങ്കടലും കിഴക്ക് ഒമാനും അതിർത്തികൾ പങ്കിടുന്ന അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പുരാതനവും സാംസ്കാരിക സമ്പന്നവുമായ ഭൂപ്രദേശം. എന്നാൽ തുടർച്ചയായ ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളും ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന ഭരണവ്യവസ്ഥയുമെല്ലാം ചേർന്ന് ഈ രാജ്യത്തെ ജനജീവിതം ഇന്ന് നരകതുല്യമാക്കിയിരിക്കുന്നു. തലസ്ഥാനമായ സന ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളെല്ലാം സയ്യിദി ഷിയ വിഭാഗമായ ഹൂതികളുടെ നിയന്ത്രണത്തിൽ. രാജ്യത്തിന്റെ പകുതിയോളം ഭാഗങ്ങളാവട്ടെ സൗദി പിന്തുണക്കുന്ന ഔദ്യോഗിക ഭരണകൂടത്തിന് കീഴിലും. ഹൂതി മേഖലയിലെ ഇറാൻ സ്വാധീനവും ഇസ്രായേലിൽ നിന്നുൾപ്പെടെ ഇതിനെതിരെ ഉയർന്നുവരുന്ന ഭീഷണികളും മുഴുവൻ സമയവും ഒരു യുദ്ധകാലത്തിന്റെ ജാഗ്രത രാജ്യത്തുടനീളം നിലനിർത്തുന്നുണ്ട്. അറബ് വസന്തത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയതിനെ തുടർന്ന് ദീർഘകാലം പ്രസിഡന്റായിരുന്ന അബു അബ്ദുല്ല സാലെ രാജിവെച്ചൊഴിയുകയും അബ്ദുൽ റബ്ബ് മൻസൂർ ഹാദി ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തെങ്കിലും രാഷ്ട്രീയ സുസ്ഥിരതയ്ക്ക് പകരം കൂടുതൽ അശാന്തിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു രാജ്യത്തിന്റെ ദുരിത ചിത്രങ്ങളാണ് തുടർന്നും ലോകം കണ്ടത്. സ്ഥാനമൊഴിഞ്ഞ അബു അബ്ദുല്ല സാലെ 2015 ഹൂതികളുമായി ചേർന്ന് ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും പ്രസിഡന്റ് അബ്ദുൽ റബ്ബ് മൻസൂർ ഹാദി അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ചെയ്തു. 2017 അബ്ദുല്ല സാലെ ഹൂതികളുമായുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കുകയും ശത്രുക്കളായ സൗദി അറേബ്യ, UAE എന്നിവയുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതോടെ ആഭ്യന്തര യുദ്ധം രൂക്ഷമാവുകയും 2017 അബ്ദുല്ല സാലെ കൊല്ലപ്പെടുകയും ചെയ്തു. ഹൂതികൾക്കും യമനി ഭരണകൂടത്തിനുമിടയിൽ നിലനിന്ന തുടർച്ചയായ ഉപരോധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഹൂതികളും യമനിലെ ഭരണകൂടവും പരസ്പര സഹകരണ കരാറിലെത്തിയെങ്കിലും ആഭ്യന്തര സംഘർഷങ്ങൾ ഇപ്പോഴും യമന്റെ ഉറക്കം കെടുത്തുകയാണ്. യമനിലെ നിയമാനുസൃത ഭരണകൂടവുമായി ഒരു പതിറ്റാണ്ടിലേറെയായി യുദ്ധത്തിലായിരുന്ന ഹൂതി വിമതരെ സൗദി പിന്തുണയുള്ള ഔദ്യോഗിക ഭരണകൂടം ഒടുവിൽ അംഗീകരിച്ചെങ്കിലും തലസ്ഥാന നഗരമായ സന്ന മാത്രമല്ല പ്രധാന തുറമുഖമായിരുന്ന ഹുദൈദയും ഹൂതികൾ പിടിച്ചതോടെ ഔദ്യോഗിക ഭരണകൂടം ഉപരോധ സമാനമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ നടുവിൽ ജീവിക്കുന്ന യമൻ ജനതയ്ക്ക് രാഷ്ട്രീയ സുസ്ഥിരതയുള്ള ഒരു ഭരണവും സമാധാനത്തോടെയുള്ള ജീവിതവും സ്വപ്നം കാണണമെങ്കിൽ ഇനിയും ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും. തുടർച്ചയായ യുദ്ധങ്ങളും സുന്നി ഷിയ സംഘർഷങ്ങളും കാരണം സാമ്പത്തിക തകർച്ച നേരിടുന്ന ഒരു രാജ്യത്തെ ദുരിത ജീവിതങ്ങളാണ് യമനിലെങ്ങും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. യമൻ തലസ്ഥാനമായ സന്നായിൽ നിന്നും അൻവർ പാലേരി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.